നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബാച്ചിലർ കടലക്കറി ഉണ്ടാക്കാം. അതിനായി കുതിർത്ത് വെച്ച കടലയിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, അല്പം ഇഞ്ചി, അല്പം വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായി മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്നിവ ഉപയോഗിക്കാം. ഇത് ഒരു ചീനിച്ചട്ടിയിലേക്ക് അല്പമായി ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇടുക. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഞങ്ങൾ മില്ലിൽ നിന്ന് വാങ്ങിയതാണ്. പൊടിപ്പിക്കുന്ന മില്ലിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി അതിനകത്തേക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല അല്പം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ആ മൂത്ത് വരുന്നൊരു സ്മെല്ല് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് കടലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഒഴിക്കാൻ. അതായത് സ്റ്റീൽ കുക്കറാണെങ്കിൽ അല്പം വെള്ളം കൂടുതൽ ഒഴിക്കണം. കടലയുടെ മുകളിൽ ഏകദേശം വരുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി എടുക്കുന്ന ഭാഗം കട്ടായി പോയിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി കുക്കർ നന്നായി മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു 6-7 വിസിലടുപ്പിക്കാം. കടല നന്നായി വേവണം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കടല നന്നായിട്ട് വേവുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു 7-8 വിസിലൊക്കെ അടുപ്പിക്കാറുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമായ തേങ്ങ ചിരവിയെടുക്കാം. തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. തേങ്ങ എപ്പോഴും ഞങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല. ഇതിനകത്തേക്ക് ഞാനൊരു മുറിക്കഷ്ണം തേങ്ങയാണ് ചിരകിയെടുത്തത്. നിങ്ങൾക്ക് വേണ്ട തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കറികൾക്കൊക്കെ എപ്പോഴും തേങ്ങ കുറച്ചാണ് ഉപയോഗിക്കാറ്. കാരണം കൊളസ്ട്രോളും ഒക്കെ വീട്ടിലുള്ളവർക്കൊക്കെ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും തേങ്ങ കുറച്ചാണ് ഉപയോഗിക്കാറ്. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായി അരച്ചെടുക്കണം. നല്ല രീതിയിൽ അരച്ചെടുക്കണം ഈ തേങ്ങ. തേങ്ങ നിങ്ങൾക്ക് ആവശ്യാനുസരണത്തിന് ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞു, കൊഴുപ്പിനനുസരിച്ച്. എനിക്ക് അല്പം കറിയാണ് വേണ്ടത്, അതിനനുസരിച്ചാണ് ഞാൻ ഈ തേങ്ങ കുറച്ച് ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ. ഇനി ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനിടയ്ക്ക് ഞാൻ കടല വെന്തോ നോക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. വെന്തില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വിസിലടുപ്പിച്ച് വേവിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നും കൂടി ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് എരിവും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് ഒരു കുറുകിയ രൂപത്തിലേക്ക് ഇത് വരണം. പിന്നെ നിങ്ങൾക്ക് ഇതിന് കുറുകിയ രൂപം വേണോ അല്ലാത്ത രീതിയിൽ വേണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു പരുവത്തിലാണ് ഞാനെപ്പോഴും എടുക്കാറ്. കാരണം ഇത് പുട്ടിനും അപ്പത്തിനും ചോറിനും ഒക്കെ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കടലക്കറിയാണ്. ജോലിയിലൊക്കെ പോകുന്നവർക്കൊക്കെ രാവിലെയൊക്കെ എളുപ്പം ഇത് തയ്യാറാക്കാം. അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ പ്രചോദനം. ഈ ബാച്ചിലർ കടലക്കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.